എല്ലാവർക്കും നമസ്കാരം. അപ്പനും നാല് മക്കളും എന്ന് പറയുന്ന ഞങ്ങളുടെ കൊച്ചു യൂട്യൂബ് ചാനലിലേക്ക് ഇന്നത്തെ വിശിഷ്ട അതിഥിയായിട്ട് ഞാൻ കടന്നു വന്നിരിക്കുന്നത് നമ്മുടെ അബ്ബാസിയ SMCA സോൺ 2ന്റെ കൺവീനർ ബേബിച്ചേട്ടൻ്റെ വീട്ടിലാണ്. ബേബിച്ചേട്ടനും ചേച്ചിയും ചെറിയ പുത്രനാണുള്ളത്. മൂത്ത പുത്രൻ നാട്ടിലാണ്. അവരുടെ ക്രിസ്മസ് വിശേഷങ്ങൾ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. ബേബിച്ചേട്ടനോട് കൂടുതൽ കാര്യങ്ങൾ നമുക്ക് ചോദിച്ചറിയാം. ബേബിച്ചേട്ടൻ നമസ്കാരം. ബേബിച്ചേട്ടൻ്റെ ഈ ക്രിസ്മസ് വിശേഷം നമുക്ക് എല്ലാവർക്കും അറിയാം. ബേബിച്ചേട്ടൻ തിരക്കുള്ളൊരു മനുഷ്യനാണ്. അബ്ബാസിയ ഏരിയയുടെ സോൺ 2ന്റെ ഒരു കൺവീനറാണ്. ഇടുക്കി അസോസിയേഷനിൽ ഈ പറഞ്ഞ പോലെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. ക്രിസ്മസ് ആഘോഷങ്ങളിലൊക്കെ കഴിഞ്ഞു. എനിവേ ഞാൻ വരാനായിട്ട് ഇച്ചിരി ലേറ്റായി പോയി. എനിവേ ബേബിച്ചേട്ടൻ്റെ ക്രിസ്മസ് വിശേഷം ചോദിച്ചറിയാമെന്ന് വിചാരിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയായിരുന്നു ഈ തവണത്തെ ക്രിസ്മസ്? വളരെ നല്ലതായിരുന്നു. എല്ലാ വർഷത്തെയും പോലെ നമുക്കറിയാവുന്നതുപോലെ സോൺ 2ന്റെ ഒരു കൺവീനർ, അബ്ബാസിയ ഏരിയയുടെ കൺവീനർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, തിരക്കുണ്ട്. വാർഡ് മെമ്പർ ആണെങ്കിൽ പോലും നമുക്ക് തിരക്കാണ്. ഇപ്പൊ ഒരു കൺവീനർ എന്നുള്ള സ്ഥാനത്ത് നമുക്ക് 6 യൂണിറ്റുകളുണ്ട്. അവിടുത്തെ കാര്യങ്ങളുണ്ട്. പിന്നെ കൂടാതെ നമ്മൾ ക്രിസ്മസ് പുൽക്കൂട് മറ്റ് യൂണിറ്റുകളിൽ നടത്തുന്ന അതിന്റെ കാര്യങ്ങൾ നോക്കണം, മത്സരങ്ങൾ, അതുപോലെ പിന്നെ കേക്ക് കാര്യങ്ങൾ, അങ്ങനെ ഒത്തിരി കാര്യങ്ങളുമായിട്ട് പുറകിടക്കുമ്പോഴാണ് ആ സമയത്ത് നമ്മൾ പുൽക്കൂട്, നമ്മുടെ വീട്ടിലൊരു പുൽക്കൂട് ഉണ്ടാക്കുക എന്നുള്ളതാണ് നമ്മുടെ ജനിക്കുമ്പോ മുതൽ നമുക്കത് അങ്ങനെ ആ ഒരു ട്രഡീഷൻ നമുക്കുണ്ട്, കണ്ടു വളർന്നതാണ്. ഇപ്പൊ നമ്മള് കുഞ്ഞായിരിക്കുമ്പോ മുതൽ നമ്മള് അന്നത്തെ കാലത്ത് ഈന്തല, അലിയടനയില, കുറെ ബലൂണൊക്കെ കിട്ടിയാണ് നമ്മളത് കണ്ടു പഠിച്ചതും അത് ചെയ്തു വന്നതും. പക്ഷെ നമ്മൾ കുവൈറ്റ് വന്ന കാലം മുതൽ തന്നെ നമുക്ക് സ്വന്തമായിട്ട് ഇങ്ങനെ താമസിച്ചു തുടങ്ങിയപ്പോ മുതൽ നമുക്കൊരു പുൽക്കൂടിനോട് ഒരു അഭിമാനിയാണ്. അതൊന്നും ഉണ്ടാക്കാതെ നമുക്ക് ആ ക്രിസ്മസ് കാലം വരുമ്പോ ഇല്ലാതിരിക്കുക എന്ന് പറഞ്ഞാൽ മനസ്സിന് വലിയൊരു ബുദ്ധിമുട്ടാണ്. ബേബിച്ചേട്ടനെ എനിക്കറിയാം, ഇടുക്കിയിൽ നിന്നാണെന്ന് അറിയാം. പക്ഷെ ഇടുക്കിയിൽ ഏത് രൂപതയാണ്, ഏത് സ്ഥലത്തെന്നാണെങ്കിൽ ഒന്നും കൂടെ പറയുവാണെങ്കിൽ ഒന്നും കൂടെ. എന്റെ വീട് ഇടുക്കി ജില്ലയിലെ തൊടുപുഴയാണ്, ജില്ലാ ബോർഡർ. ചേച്ചി? മഞ്ഞപ്പുറയാണ്. മഞ്ഞപ്പുറം ഞാൻ അറിയാവുന്നതാണ്. എന്റെ കൂട്ടുകാരനൊക്കെ അവിടെ ഉള്ളതാണ്. നിന്റെ പേര്? മോന്റെ പേര്? ജോയല്. അവൻ എത്ര? 2 പിള്ളേരാണ്. മൂത്തയാള് ജെറോം, രണ്ടാമത്തെ ആള് ജോയല്. മൂത്തയാള് നമുക്കറിയാം, നാട്ടിലാണ് പഠിക്കുന്നത്. നാട്ടില് +2 ാണ്. 10 കഴിഞ്ഞപ്പോ അങ്ങോട്ട് പോയി ഹോസ്റ്റലിൽ നിന്ന് പഠിക്കുകയാണ്. എക്സാം ഒക്കെ ആകാറായി. ഈ തവണ നമുക്ക് ക്രിസ്മസ് ആഘോഷം അത്ര വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാലും ഇത് തുടങ്ങണം എന്നുള്ളൊരു, വെക്കണം എന്നുള്ള കാര്യം ഇവരാണോ നിർബന്ധ ബുദ്ധിയ പറയുന്നത്? സാധാരണ നമുക്ക് എല്ലാവർക്കും അറിയാലോ, വീട്ടിലെ മക്കളാണ് നമ്മൾ നിർബന്ധിക്കാറ്. തീർച്ചയായിട്ടും നമ്മള് ഈ പറഞ്ഞതുപോലെ കുഞ്ഞുങ്ങൾക്ക് അതൊരു നമുക്ക് കാണിച്ചു കൊടുക്കുന്ന ഒരു മാതൃകയാണ്. കാരണം ഇവരിത് കണ്ടാണ് വളരേണ്ടത്. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് പറ്റില്ലാത്തൊരു കാലം വന്ന പിള്ളേര് അതിന് മുന്നിട്ട് ഇറങ്ങണം. നമ്മൾ അങ്ങനെ തന്നെയാണ് വന്നത്. അപ്പൊ പിള്ളേര് നമ്മുടെ കൂടെ എപ്പോഴും ഉണ്ട്. നമ്മൾ ഉണ്ടാക്കുന്നതിന് മുന്നേ തന്നെ അവര് ഓരോ സാധനങ്ങൾ എടുത്ത് ഞാൻ ഉണ്ടാക്കി തരാം അങ്ങനെ. കാരണം നമുക്ക് അവര് അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. ഇതില് ക്രിസ്മസ് ക്രിബിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊക്കെ ഒറിജിനൽ നമ്മുടെ ചെടികൾക്ക് വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഉണ്ട്, ഒറിജിനൽ ചെടികളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഈ ഓല മേഞ്ഞതെല്ലാം ഒറിജിനലാണ്. മരം കൊണ്ട് ഉണ്ടാക്കി നമ്മൾ തന്നെ വീട്ടിലുണ്ടാക്കി. എഴുത്തൊക്കെ ബേബിച്ചേട്ടനെയാണോ? അതെ, നമ്മൾ തന്നെ എഴുതി. കാര്യം ഒത്തിരി നല്ല രീതിയിൽ ഉണ്ടാക്കാൻ നമുക്ക് സമയത്തിന്റേതായ ഒരു പ്രശ്നം ഉണ്ടാകുന്നു. 2 ദിവസം 3 ദിവസം ഇതിലും പുല്ലുക്ക് എന്ന് പറഞ്ഞ വൈക്കോല് ഒറിജിനൽ പുല്ല് തന്നെ, വൈക്കോലല്ല, വേറെ പുല്ലാണ്. വെള്ളച്ചാട്ടം ഉണ്ട്, ചെറിയ രീതിയിലൊക്കെ വെള്ളച്ചാട്ടവും ചെറിയൊരു ഗുഹയും മൃഗങ്ങളൊക്കെ താമസിക്കുന്നത് ആ ഒരു പഴയ ഓർമ്മ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്തു. ഒരു സൈഡിലാണെങ്കിൽ നദി ഒഴുകി വന്ന് അവിടെ കുറെ പച്ചപ്പും കാര്യങ്ങളും, മറ്റൊരു സൈഡിൽ ഒരു മരുഭൂമി രീതിയിലുള്ള ഒരു അനുഭവമാണ് ചെയ്തു വെച്ചത്. മരുഭൂമിയുടെ ഒരു അനുഭവം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമ്മളൊരു മറ്റേ കൊട്ടാരമാണോ അത്? ചെറിയൊരു നമ്മളൊരു വീടായിട്ട് നമ്മളെപ്പോഴും പുൽക്കൂടിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പുൽക്കൂടാണ് സാധാരണ നമ്മൾ ഇച്ചിരി വലുതായിട്ടുണ്ടാക്കുന്നത്. പ്രത്യേകിച്ച് നമുക്കിവിടെ സ്ഥലത്തിന്റെ ഒരു പരിമിതി ഉണ്ട്. ഇത് മരി ക്രിസ്മസ് എന്ന് എഴുതിയിരിക്കുന്നത് ഇവന്റെ ഡ്രോയിങ്സ് ആണോ? അതെ, ഇതൊരു മത്സരത്തിൽ ഈ പറഞ്ഞ ഇടുക്കിയുടെ ഒരു മത്സരത്തിൽ പങ്കെടുത്ത് അവന്റെ ഐഡിയയിൽ തന്നെ വരച്ചൊരു സമ്മാനം മേടിച്ച 8-10 പിള്ളേരുണ്ടായിരുന്നു. ഫസ്റ്റ് പ്രൈസ് മേടിച്ചു. അപ്പം ഈ തവണ നമുക്ക് സോണിൽ പങ്കെടുത്തു. നമുക്ക് 2ാം സ്ഥാനം പങ്കെടുത്ത്, സെക്കൻഡ് കിട്ടി. ഏരിയയിൽ നിന്ന് നമുക്ക് സമ്മാനം ഒന്നും കിട്ടിയില്ല. അല്ലല്ലോ, നമ്മൾ പങ്കെടുക്കാന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട വേണ്ടിയല്ല. നമുക്ക് ആ പുൽക്കൂട് ഉണ്ടാക്കിയില്ലെങ്കിൽ ആ ക്രിസ്മസ് കാലം ഒന്നും അല്ലാത്ത ഒരു രീതിയിലായിട്ടൊന്നും. അതാണ് നമ്മൾ പുൽക്കൂട് നമ്മള് ഉണ്ടാക്കും. അതിനുവേണ്ടി നമ്മൾ പരിശ്രമിക്കുന്ന സമയം ഇല്ലെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നു. ഓക്കെ. ഫൈനലായിട്ട് നമുക്ക് ചോദിക്കാനായിട്ടൊരു ചോദ്യമുണ്ട്. ക്രിസ്മസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എന്ത് സന്ദേശമാണ് നമുക്ക് പുറത്തേക്ക്, അല്ലെങ്കിൽ നമുക്ക് ഒരു ക്രിസ്മസ് മെസ്സേജ് ആയിട്ട് കൊടുക്കാനായിട്ട് ബേബിച്ചേട്ടന് പറയാനായിട്ടുള്ളത്? ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ തന്നെ നമുക്കറിയാം എളിമയുള്ള, അതായത് എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ലാതെ നമ്മുടെ ഭൂമിയിലേക്ക് വന്ന നമ്മുടെ രക്ഷകനായ ഉണ്ണീശോയെ നമ്മുടെ ഭവനത്തിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിലേക്ക് നമ്മൾ
ഏറ്റവും എളിമയോട് കൂടി എതിരേൽക്കുക എന്നുള്ളതാണ് നമ്മുടെ ലക്ഷ്യം. അത് എങ്ങനെയാണ് ഉണ്ണീശോ വന്നത്, അത് നമുക്ക് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കേണ്ട ഒരു കാഴ്ചപ്പാടിലാണ് നമ്മൾ ഈ പുൽക്കൂടം ഉണ്ടാക്കുന്നതും അതുമായിട്ട് നമ്മൾ മുന്നോട്ടൊക്കെ പോകുന്നത്. കാരണം എവിടെയാണ് ഉണ്ണീശോ ജനിച്ചതെന്ന് ലോകം അറിയണം. അറിയില്ലാത്ത ഒത്തിരി ആൾക്കാരുണ്ട്. അപ്പൊ നമ്മുടെ അയൽക്കത്ത് താമസിക്കുന്നവരാവാം, നമ്മുടെ വീട്ടിൽ വളർന്നു കുഞ്ഞുങ്ങളാവാം. ഇത്ര ഒരു നമ്മുടെ സുഖസൗകര്യങ്ങൾ ജീവിക്കുമ്പോഴും ഒരു സൗകര്യങ്ങളും ഇല്ലാതെ ഒരു കാലിത്തൊഴുത്തിൽ പിറന്ന നമ്മുടെ രക്ഷകൻ. അപ്പൊ ആ ഒരു എളിമയുടെ സന്ദേശം നമ്മൾ മറ്റുള്ളവർക്ക് കൂടെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ്. അതെ അതെ. ഓക്കെ. എളിമയുടെ സന്ദേശം ലോകത്തിന് പകരുക എന്നുള്ളതാണ് ക്രിസ്മസ് സന്ദേശമായിട്ട് ബേബിച്ചേട്ടന് പറയാനായിട്ടുള്ളത്. ഇനി ബേബിച്ചേട്ടനെ കാണാനും ഈ ഒരു ചെറിയ ഭവനത്തിൽ കടന്നു വരാനും നിങ്ങളുടെ പുൽക്കൂട് കാണാനും എനിക്ക് സാധിച്ചില്ല. എനിക്കറിയാം നമ്മൾ ഒരു സോണിലാണെങ്കിലും ബേബിച്ചേട്ടൻ്റെ വീട്ടിലേക്ക് ആദ്യമായിട്ടാണ് കടന്നു വരാൻ പറ്റിയത്. ഈ ചെറിയ പുൽക്കൂട് ചിത്രീകരിക്കാൻ പറ്റി, നിങ്ങളോട് സംസാരിക്കാനായിട്ട് പറ്റി. അതിൽ എനിക്കും സന്തോഷമുണ്ട്. എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ. ഞാൻ ലേറ്റായിപ്പോയി, എന്നാലും പുതുവത്സര ആശംസകൾ മുന്നമേ തന്നെ നൽകുന്നു. താങ്ക് യു.